തിരുവനന്തപുരം ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവം നെടുമങ്ങാട് വെച്ച് നടന്നു. GV രാജ സ്പോർട്സ് സ്കൂളിൽ നടന്ന കായികോത്സവം G. സ്റ്റീഫൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായിക അഭിരുചി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലെ 12 BRCകളിൽ നിന്നുള്ള 600ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളെയും പിയർ ഗ്രൂപ്പിലെ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് കായികോത്സവം 2024 സംഘടിപ്പിച്ചത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, ഹാൻഡ്ബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. മത്സരങ്ങൾ G. സ്റ്റീഫൻ MLA ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിപ്പിക്കാൻ സർക്കാരിൻ്റെ ചെലവ് 25 ലക്ഷം രൂപയാണ് ശരാശരി ഒരു വിദ്യാർത്ഥി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അപ്പോൾ എന്തോ ഒരു നിലപാടാണ് ഈ സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെ കുടുംബ ബഡ്ജറ്റിൻ്റെ ഒരു വലിയ ഭാഗം തുക നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ജനറൽ വിഭാഗത്തിലെ കുട്ടികളും ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം മത്സരങ്ങളിൽ പങ്കെടുത്തു. കൂടാതെ 2 ദിവസവും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. സമാപന ദിവസം ശാരീരിക വെല്ലുവിളികൾ കാരണം വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാത്ത കുട്ടികളുടെ സംഗമവും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് R. കല അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.